ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ഒരു രാവിലെ ഇങ്ങനെയൊക്കെയാണേ. എൻ്റെ ഒരു മോർണിംഗ് പരിപാടികളൊക്കെ കാണാം കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി, പിന്നെ നേരെ ഈശോപ്പൻ്റെ അടുത്ത് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടേ. അതിന് ഈശോപ്പനെ ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് നേരെ പോയിട്ട് വാതിൽ തുറക്കുവേ. വാതിൽ തുറന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ മുറ്റത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എവിടെ നിൽക്കുകയോ എന്തൊക്കെയൊക്കെയോ ചിന്തകൾ ഇങ്ങനെ കയറി വരും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇടേ കൊച്ചുങ്ങളെ സ്കൂളിൽ വിടണ്ടേ എന്നുള്ളൊരു ഉൾച്ചോദ്യം വരുന്നത്. അപ്പം ഞാൻ ഓടിയത് അടുക്കളയിലെത്തി ലൈറ്റൊക്കെ ഇട്ട് പിന്നെ നോക്കുമ്പോൾ സമാധാനമുണ്ട്. തലേന്ന് പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ വെക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം. പിന്നെ നേരെ നമ്മുടെ ഇന്നത്തെ മെനുവിലേക്ക് കിടന്നു കേട്ടോ. പിന്നെ മനസ്സിൽ വിചാരിച്ചേക്ക് നോക്കിയേ, കോളർ പോലും മര്യാദയ്ക്ക് വെച്ചിട്ടില്ല. എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോരുകറി വെക്കുക, ചീര തോരൻ വെക്കുക, പിന്നെ എന്നാ പിള്ളേർക്ക് മുട്ട പൊരിക്കുക, പിന്നെ ദോശേൻ്റെ മാവ് ഇരിപ്പുണ്ടാവുകൊണ്ട് ദോശ ഉണ്ടാക്കാം, ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും പരിപാടിയാണ് ഇപ്പോൾ എനിക്കുള്ള പരിപാടികളിലുള്ളത്. അപ്പോൾ അത് നമ്മൾ വെള്ളരിക്കയൊക്കെ മുറിച്ചു. വെള്ളരിക്ക ഇട്ട മോരുകറിയാണ് വെക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക്. വെള്ളരിക്കയൊക്കെ കഷ്ണങ്ങളാക്കി അതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ടു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിന് നമ്മൾ അടുപ്പയിലോട്ട് വെക്കും. പിന്നത്തെ കാര്യങ്ങൾ അടുപ്പ് നോക്കിക്കോളും. അടുപ്പ് അങ്ങനെ അവനെ അങ്ങ് വേവിച്ച് ശരിയാക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കി പരിപാടിയുണ്ട്. നമുക്കിനി അവിടെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീര. എനിക്കാണെങ്കിൽ ചീരേൻ്റെ പരിപാടിയാണെങ്കിൽ എനിക്കിഷ്ടമല്ല. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയ്യണമല്ലോ. അപ്പോൾ അതാ ചീരയൊക്കെ ഞാൻ അതിന് മുമ്പേ കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കടമുടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അരിയുന്നു. പക്ഷേ ഇത് ഞാൻ ഫാസ്റ്റാക്കി ഇട്ടിട്ടാണ്. ഇത് കാണുമ്പോൾ തോന്നും ഇതേപോലെയൊക്കെ അരിയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന്. പക്ഷെ നടക്കുകയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്കൊക്കെ അത് വെന്ത് റെഡിയായിട്ടിരിപ്പുണ്ട്. അടുപ്പിനെ ഏൽപ്പിച്ച കാര്യം അടുപ്പ് കൃത്യമായിട്ട് ചെയ്തു. ഇനിയുള്ള ബാക്കി കാര്യം അതിനൊപ്പം തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും ഓടണമല്ലോ. ഇതാ പെട്ടെന്ന് തന്നെ ഞാൻ ചീനച്ചട്ടി വെച്ചു, ചീര അരിഞ്ഞതിട്ടു, ചീരയും സബോളയും പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൂട്ടി, എന്നിട്ടൊന്ന് മൂടി വെക്കൂട്ടി. ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിച്ചാൽ ബോറാവില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചീരയൊക്കെ തോരൻ വെക്കാം. പിന്നെ ഞാൻ എല്ലാം കൂടെ കാണിച്ചാൽ ബോറാവില്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ തേങ്ങ ഇടുന്നത് ഇച്ചിരി ഇതൊന്ന് വെന്ത് ഏകദേശം വാങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ ഇടുള്ളേ. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ അതായത് കഴിഞ്ഞു പോയി നമ്മുടെ വെള്ളരിക്കേൻ്റെ കാര്യങ്ങളെ. മോരുകറി അരച്ചു കിട്ടോ, കണ്ടില്ലായിരുന്നോ? ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് 2 എണ്ണം കറിക്കകത്ത് അരിയാൻ മുറിച്ചിട്ടു, 1 എണ്ണം അതിനകത്ത് അരച്ചു. എന്നിട്ട് മറ്റേ തേങ്ങയും കൂടി ഇട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചു. അതിനൊപ്പം തന്നെ ആ പേസ്റ്റ് അരച്ച് ഇതിനകത്ത് ചേർത്തൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് ആ സെയിം ജാറിൽ തന്നെ 1 ജാറ് തൈരും കൂടി എടുത്ത് ഒന്ന് കറക്കിയിട്ട് ഇതിനകത്ത് ചേർത്തു കേട്ടോ. ഇനിയിപ്പം ഷടപടാന്ന് പറഞ്ഞിപ്പോൾ കണ്ടോ താളിച്ചും കഴിയും. ഇതിപ്പോൾ തുറക്കുമ്പോൾ കണ്ടോ എത്ര പെട്ടെന്നല്ലേ, എന്നെ സമ്മതിക്കണം. അതാ കടുക് വരെ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ള അടുത്ത പരിപാടി ചമ്മന്തി. ജിം ഭൂം ബാ എന്ന് പറഞ്ഞ പോലെ ചമ്മന്തിക്ക് റെഡി ആയിട്ടിരിക്കുന്നത്. എനിക്ക് വയ്യ. അപ്പോൾ അതാ ചമ്മന്തി അരച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊന്ന് അരച്ചിട്ട് ഇങ്ങനെ ഒരു പച്ചപ്പുവാണ് ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടൊന്നാക്കും. അതിൻ്റെ ഇച്ചിരൂടെ വെള്ളം കൂടി കൂട്ടും. ഇവിടെ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴച്ച് എന്താ പറയുക അങ്ങനെ ആക്കിയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ചമ്മന്തി അതേപോലെ വേണം. പിന്നെ ഇത് കൂടാണ്ട് ഇനി വൈകുന്നേരം വരുമ്പോഴും ഈ സെയിം ദോശ തന്നെ കഴിക്കും. അപ്പോൾ ചമ്മന്തി വേണം. ദോശ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. നെയ് റോസ്റ്റ് പോലെ ആക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ചമ്മന്തി ഇച്ചിരി നീട്ടി അങ്ങ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ദോശ. എത്ര ഫാസ്റ്റാണല്ലോ എല്ലാ പരിപാടിയും. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലടോ. 5 മണിക്ക് എണീറ്റിട്ട് 8:30 വരെ ശ്വാസം ഇല്ലാണ്ട് ഓടിയിട്ട് ഇത്രയൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ദോശ ദോശ ഇങ്ങനെ നൈസാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്താൽ ഇഷ്ടമാണേ. ഞാനൊരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവന്. പക്ഷെ അവൻ കഴിച്ചില്ല. അതിൻ്റെ ഇടയ്ക്കില്ലേ ഇതൊന്നും അല്ല, വേറെ പരിപാടി പുറകെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. മകനെ വിളിക്കുന്നു, എണീക്കടാന്ന് അലറുന്നു, ഒച്ചപ്പാട് വെക്കുന്നു. നോ രക്ഷ. പുള്ളി എണീറ്റിട്ട് പുള്ളീൻ്റെ താളത്തിനൊത്ത് ഇങ്ങനെ നിൽക്കും. അതിനനുസരിച്ച് എനിക്ക് BP കൂടും. അങ്ങനത്തെ കുറേ കലാപരിപാടികൾ വേറെ ഉണ്ട് കേട്ടോ. എടുക്കാൻ നിന്നല്ലേ. ഇതൊക്കെ രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവും. അങ്ങനെ അവനത് ഏകദേശം അലറി പിടിച്ച് ഒരുങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് തേക്കാൻ പോന്നു, ബുക്ക് എടുത്ത് വെക്കാൻ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട് പുറകെ നടക്കുന്നത്. അപ്പോൾ പാവം എൻ്റെ ചെറുത് പിന്നെ എണീറ്റിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനെ കൊണ്ടുള്ള ശല്യമില്ല. അപ്പോൾ 2 ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരെണ്ണത്തിൻ്റെ പകുതിയേ തിന്നുള്ളൂ. എന്നിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി. സമയം പോയേ, ബസ് വരുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ചാക്കിയിട്ട് അവനുള്ളത് ഞാനിപ്പോൾ പൊരിച്ചു. ഇനി മോൾക്ക് 10 മണിയാകുമ്പോൾ പോയാൽ മതിയല്ലോ.
അപ്പോൾ കുഞ്ഞുവിനുള്ളത് ഇപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് എടുക്കുന്നു, അവൾക്കുള്ളത് പിന്നെ ആക്കാം കേട്ടോ. അങ്ങനെ അതാ മുട്ടയെല്ലാം പൊരിച്ചു. എൻ്റെ ഇടയ്ക്ക് അമ്മയെ സമയം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ എണീറ്റ് ഓടുന്നുണ്ടേ. അപ്പം ലഞ്ച് എടുത്ത് കഴിയുമ്പോഴത്തേന് ലഞ്ച് ബാഗ് എന്തിയാടാ നീ ഞാൻ ചോദിച്ചപ്പോഴത്തേന് ഇത് കുഞ്ഞിരി ഇപ്പോൾ ഓടിപ്പോയി എടുത്തോണ്ടിരുന്നുണ്ട്. വായൊക്കെ പൊളിച്ച് എണീറ്റ് വന്നതേ ഉള്ളൂ. കണ്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞ്. അപ്പോൾ അവൾ ഓടിച്ചെന്ന് ലഞ്ച് ബാഗൊക്കെ എടുത്തിട്ട് വന്നു. അത് മോൻ്റെ ലഞ്ച് ബാഗാണേ. അത് ആൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഉണ്ടാവും കേട്ടോ, പ്രാർത്ഥനയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എന്നതാന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിനെ കൂട്ടുപിടിച്ചാലേ കാര്യം നടക്കുള്ളൂ. പരീക്ഷയാണേ. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, എല്ലാവർക്കും സ്തുതിയൊക്കെ തന്നു. അവൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടോ എൻ്റെ രാവിലെ ഒരു 8:30 വരെയുള്ള സമയം. 8:30 അല്ല, ഒരു 10 മണി വരെ ഇങ്ങനത്തെ ഒരു ഓട്ടപ്രദക്ഷിണമുണ്ട്. ഇനിയിപ്പോൾ മോളെ ഒരുക്കണമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.